വിചിത്രമായ ഒരു ചങ്ങാത്തം. കാട്ടിൽ ഒരു വലിയ തടാകം ഉണ്ടായിരുന്നു. അത് നിറയെ തവളകളായിരുന്നു. അതിൽ ഒറ്റ മത്സ്യം പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ തടാകം ലാർവകളെ കൊണ്ടും മറ്റനേകം ജലപ്രാണികളെ കൊണ്ടും വളരെ സമൃദ്ധമായിരുന്നു. ഉല്ലാസത്തോടെ തുള്ളിച്ചാടി തവളകൾ അവിടെ കഴിഞ്ഞുകൂടി. അവരെയെല്ലാം തന്നെ വളരെ വലിയതും തടിച്ചു കൊഴുത്തതുമായിരുന്നു. തടാകം വളരെ താഴ്ചയുള്ളതായിരുന്നു. പലപ്പോഴും തവളകൾ ജലത്തിന് മുകളിൽ വന്ന് കരയിൽ വെയിലുകാന് ഇരിക്കുമായിരുന്നു. ഏതെങ്കിലും ശത്രു സമീപിച്ചാൽ അവരെ എല്ലാവരും ജലത്തിൽ ചാടി ആഴത്തിലേക്ക് പോവുകയും അങ്ങനെ അപകടങ്ങളിൽ നിന്ന് അവർ സുരക്ഷിതരാകുമായിരുന്നു. ഒരിക്കൽ പ്രായം ചെന്ന് ദുർബലനായ ഒരു പാമ്പ് ആ കുളത്തിന്റെ സമീപം വരാൻ ഇടയായി. ആയിരക്കണക്കിന് തവളകൾ വെയിലു കായുന്നത് ദൂരെ നിന്നു തന്നെ അത് കണ്ടു. മനോഹരമായ ഈ കാഴ്ച കണ്ട് പാമ്പ് സ്വയം മറക്കുകയും ഒരു മഹാസദ്യ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് കൊതിക്കുകയും ചെയ്തു. ഉണ്ടാകാൻ പോകുന്ന ആഡംബരാത്മകമായ ഭക്ഷണത്തെക്കുറിച്ച് സ്വപ്നം കൊണ്ട് തന്നെ പാമ്പ് തടാകത്തിലേക്ക് ആഹ്ലാദപൂർവം ഓടിവന്നു. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, എല്ലാ തവളകളും തിരികെ കുളത്തിൽ ചാടി ജലത്തിൽ വളരെ താഴ്ചയിലേക്ക് മുങ്ങിപ്പോയി. നിരാശയോടെ പൂർണ്ണമായും നിശ്ചേഷ്ടമായി പാമ്പ് കരയിൽ നിന്നു. ക്ലേശം കൂടാതെ തന്നെ തവളകളെ ഉടമസ്ഥമാക്കാമെന്നുള്ള ധാരാളം പദ്ധതികൾ പാമ്പ് ആലോചിച്ചു നോക്കി. പെട്ടെന്ന് അതിന് ഒരു പുതിയ ആശയം കിട്ടി. ഒരു സന്യാസിയുടെ ഭാവത്തിൽ പാമ്പ് ആ തീരത്തിൽ കിടന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ മുതിർന്ന പല തവളകൾ ജലപ്പരപ്പിലൂടെ എത്തി നോക്കി. നിർമ്മലവും സ്വച്ഛന്തമായതുമായ ഒരു ഭാവത്തിൽ പാമ്പ് കരയിൽ കിടക്കുന്നത് അവർ കണ്ടു. തവളകൾ തന്നെ നിരീക്ഷിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പാമ്പ് ഗൗരവമാർന്നതും കുലീനവുമായ ശബ്ദത്തിൽ അവരോട് സംസാരിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹജീവികളെ, ഞാൻ ഇനി നിങ്ങളുടെ ശത്രുവല്ല. എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. കഴിഞ്ഞ കാലത്തുള്ള പുരുഷവും അനുചിതവുമായ എല്ലാ ചെയ്തികൾക്കും പശ്ചാത്തപിക്കുന്ന ഒരു പാമ്പിന്റെ ഭാവമല്ലേ നിങ്ങൾ കാണുന്നത്? എൻ്റെ എല്ലാ പാപങ്ങൾക്കും പ്രായശ്ചിത്തമെന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് ദൈവത്തിൻ്റെ വിളി ഉണ്ടായിരുന്നു. തുടർന്നുള്ള എൻ്റെ ജീവിതം തവളകളെ സേവിക്കുന്നതിനാകണം എന്ന വ്യവസ്ഥയിന്മേൽ അദ്ദേഹം എൻ്റെ മുഴുവൻ ജീവിതത്തെയും പവിത്രീകരിച്ചു. കാരണം തുടക്കം മുതലേ ഞാൻ നിങ്ങളോട് വളരെ ക്രൂരമായിരുന്നു. പാമ്പ് നിർത്തി. തവളകൾ പറഞ്ഞു, ഞങ്ങൾ നിന്നെ വിശ്വസിക്കുന്നില്ല, നീ ഒരു കള്ളനാണ്. പാമ്പ് പറഞ്ഞു, എന്നെ തെറ്റിദ്ധരിക്കരുത്. ദൈവം എന്നെ ശുദ്ധീകരിച്ചു എന്നതും ഞാൻ ഇനി ഒരിക്കലും നിങ്ങളെ വഴിതെറ്റിക്കുകയില്ല എന്നതും സത്യമാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് പാമ്പ് ഉറക്കെ കരയാൻ തുടങ്ങി. തവളകൾക്ക് വളരെ വിഷമം തോന്നി. മനസ്സുകളിൽ ഭീതിയോടെയാണെങ്കിലും അവർ പാമ്പിനെ സമീപിച്ചു.
പാമ്പ് അവരെ തൻ്റെ മുതുകിൽ കയറ്റി തീരത്ത് കൂടി ഒരു സവാരി നടത്തുവാൻ ക്ഷണിച്ചു. തവളകൾ പാമ്പ് പറഞ്ഞതുപോലെ ചെയ്യുകയും അങ്ങനെ അവരുടെ ജീവിതം ആസ്വദിക്കുകയും ചെയ്തു. കഴിക്കുവാൻ ഭക്ഷണം ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെ പാമ്പ് വളരെയധികം ക്ഷീണിച്ചു. പാമ്പിന്റെ ശോചനീയമായ അവസ്ഥ ഗ്രഹിച്ചുകൊണ്ട് തവളകളുടെ തലവൻ ദിവസവും 1-2 ചെറിയ തവളകളെ തിന്നുകൊള്ളുവാൻ പാമ്പിനോട് പറഞ്ഞു. പാമ്പ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന അവസരവും ഇതുതന്നെയായിരുന്നു. വൈമനസ്യത്തോടെ അത് തവളയുടെ നിർദ്ദേശം സ്വീകരിച്ചു. പാമ്പ് ചെറിയ തവളകളെ ഒന്നൊന്നായി പിടിക്കുവാൻ തുടങ്ങി. ഏതെങ്കിലും ഒറ്റതിരിഞ്ഞ തവള പാമ്പിന്റെ മാർഗത്തിൽ വന്നുപെട്ടാൽ അതും പിടിക്കപ്പെട്ടു. വളരെ വേഗം തന്നെ പാമ്പ് തടിച്ചു കൊഴുത്തു. മാത്രമല്ല, മുതിർന്ന തവളകളുടെ അറിവോടും അറിവില്ലാതെയും അത് തൻ്റെ വേട്ട തുടരുകയും ചെയ്തു. ക്രമേണ തവളകളുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞു. അപ്പോൾ മാത്രമാണ് തവളകൾക്ക് തങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അതിഥിക്കാണ് ആതിഥ്യം നൽകിയതെന്ന് മനസ്സിലാകുന്നത്.